ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലഡു ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ റാഗി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, അതൊരു 6-7 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് വെച്ചേക്കുകയാണ്. പിന്നെ ഒരു 5-6 ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, പിന്നെ 2 അച്ച് ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള ലഡു ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. എന്നിട്ട് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതാ ഇവിടെ ഈ കാഷ്യൂനട്ട് ഒക്കെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്താണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നെയ്യാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കാഷ്യൂനട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ആ സമയം കൊണ്ട് ഇവിടെ നമ്മുടെ ശർക്കര ഈ തിളച്ച് വരുന്നുണ്ട്, ശർക്കരപ്പാനിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ നമ്മുടെ കാഷ്യൂനട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി ഓവറായിട്ട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവണ്ട, എന്നാലും അത്യാവശ്യത്തിന് വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റാഗി എടുത്തിട്ടുണ്ട്, അത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 300 ml കപ്പിനൊരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ പാനിലേക്ക് തന്നെ ഈ റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഈ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തേങ്ങ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ നിർത്താണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു നനവ് ഫീൽ ചെയ്യും. തേങ്ങ ചേർക്കുമ്പോൾ ഒരു നനവ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു നനവ് ഫീൽ ചെയ്യും. നന്നായിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണേ. ഒരു 6-7 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി വരുമ്പോൾ ഇതേപോലൊരു കളറായിട്ട് വരും. പിന്നെ ഒരു സ്മെല്ലും കൂടി വരും. അതൊന്ന് ഫ്രൈ ആവണേൻ്റെ രണ്ടും കൂടി ചേർന്നിട്ടൊന്ന് ഫ്രൈ ആവുമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കൂടി വരും. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു കളർ വരുന്ന സമയത്ത് നമ്മളിതാ കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ടും അതുപോലെ തന്നെ നമ്മൾ ഏലക്കയല്ലേ അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇല്ലാത്ത കാരണം നമ്മൾ ചേർത്തിട്ടില്ല. കടലയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്, നിലക്കടലല്ലേ അത്. എന്നിട്ട് ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് അടി കരിയാണ്ട് ഒന്നും കൂടി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. അങ്ങനെ ഫൈനലി നമ്മൾ ഏകദേശം സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ സെറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതാ നമ്മുടെ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി വല്ല എന്തെങ്കിലും പൊടിയോ അങ്ങനെ എന്തെങ്കിലും ശർക്കരയിലുണ്ടെങ്കിൽ അത് ഉണ്ടാവേണ്ട വെച്ചിട്ടാണ് ശർക്കര കഴുകിയിട്ട് തന്നെയായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതായി ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒഴിച്ച വരിക്ക് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ സംഭവം ഈ മാവ് ഇങ്ങനെ ഒട്ടാണ്ട് പാനിൽ ഒട്ടാണ്ട് ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരണ രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലഡുവിൻ്റെ മിക്സ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇതൊക്കെ ഒന്ന് ബോളാക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഡു കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. I don't know if I can find my way out. I'm stuck in a prison of doubt.